വളർത്തു നായ്ക്കളുമായി ഇടപഴകുമ്പോൾ തലച്ചോറിന് കൂടുതൽ ശാന്തത ലഭിക്കുമെന്ന് പഠന റിപ്പോർട്ട്. ദക്ഷിണ കൊറിയയിലെ ഗവേഷകരാണ് പഠനത്തിന് പിന്നിൽ. PLOS ONE ജേണലിലാണ് പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. വളർത്തു നായയുടെ ഒപ്പം നടക്കാൻ പോകുന്നത് ഒരാളെ കൂടുതൽ ശാന്തനാക്കുമെന്നും നായയുടെ രോമം ബ്രഷ് ചെയ്യുന്നത് ശ്രദ്ധ മെച്ചപ്പെടുത്തുമെന്നും പഠനത്തിൽ പറയുന്നു. 30 മുതിർന്നവരിലാണ് പഠനം നടത്തിയത്. ഇവരുടെ തലയിൽ ഇലക്ട്രോഡ് ഹെഡ്സെറ്റ് ഘടിപ്പിച്ചാണ് നായ്ക്കളുമായി ഇടപഴകുമ്പോഴുള്ള തലച്ചോറിലെ തരംഗങ്ങളുടെ മാറ്റങ്ങൾ ഗവേഷകർ നിരീക്ഷിച്ചത്. നായുമായുള്ള കൂടിക്കാഴ്ച, അതിനൊപ്പം കളി, ഭക്ഷണം നൽകൽ, മസാജ്, ഗ്രൂമിംഗ്, ഫോട്ടോ എടുക്കൽ, കെട്ടിപ്പിടുത്തം, നടത്തം എന്നിങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഓരോന്നും 3 മിനിറ്റ് നേരത്തേക്കാണ് ഗവേഷണത്തിൽ പങ്കെടുത്തവർ ചെയ്തത്. ഇതിനുശേഷം വൈകാരികമായി എന്ത് തോന്നിയെന്ന് അറിയാനുള്ള സർവേയും ഇവർ പൂർത്തിയാക്കി. നായ്ക്കളുമായി കളിക്കുമ്പോഴും നടക്കുമ്പോഴും ഇവരുടെ തലച്ചോറിൽ ആൽഫ തരംഗങ്ങൾ ശക്തമാകുന്നതായി ഗവേഷകർ നിരീക്ഷിച്ചു. ഇത് കൂടുതൽ ശാന്തത തലച്ചോറിന് ലഭിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. ഈ 8 പ്രവർത്തനങ്ങൾക്കും ശേഷം ഗവേഷണത്തിൽ പങ്കെടുത്തവരുടെ സമ്മർദ്ദവും ക്ഷീണവും വിഷാദചിന്തയും കുറഞ്ഞതായി ഗവേഷകർ നിരീക്ഷിച്ചു. എന്നാൽ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ലഭിക്കണമെങ്കിൽ പെറ്റ് തെറാപ്പി ഉപയോഗിക്കുന്ന നായയെ ആദ്യം ഒരാൾക്ക് ഇഷ്ടമാകണമെന്ന് ഗവേഷകർ കൂട്ടിച്ചേർത്തു. എന്നാൽ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ലഭിക്കണമെങ്കിൽ പെറ്റ് തെറാപ്പിക്ക് ഉപയോഗിക്കുന്ന നായകളെ ആദ്യം ഒരാൾക്ക് ഇഷ്ടമാകണമെന്ന് ഗവേഷകർ കൂട്ടിച്ചേർത്തു. നായ്ക്കളുമായി ബന്ധപ്പെട്ട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവർക്കും നായ്ക്കളെ ഇഷ്ടമല്ലാത്തവർക്കും ഈ തെറാപ്പി ഫലം ചെയ്യില്ല എന്നും ഗവേഷകർ അഭിപ്രായപ്പെടുന്നു.